ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 സ്റ്റേറ്റ് സിലബസിലെ ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്ററാണ്. പേര് എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ്. ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂട്, സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നീരുറവ. അപ്പോൾ എന്താണ്? ചൂട് നീരുറവയിലേക്കുള്ള ഒരു ട്രിപ്പ്, ഒരു യാത്ര, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം, മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ടോട്ടോ ചാനാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സമ്മർ വെക്കേഷൻ കെയിം ടു ആൻ എൻഡ്. അപ്പോൾ എന്താ? സമ്മർ വെക്കേഷൻ കഴിഞ്ഞു. ആൻഡ് ദ ഡേ ഓഫ് ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. അപ്പോൾ എന്താണ്? ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്ക് അവർ ടൂറ് പോവുകയാണ്. ആ ഒരു ദിവസം എത്തി. ഫോർ ദ സ്റ്റുഡൻസ് ഇറ്റ് വാസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് അറ്റ് ടോമോ. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ട്രിപ്പ് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ആ ട്രിപ്പ് പോകുന്ന ആ ഒരു ദിവസം. ദ ട്രിപ്പ് വാസ് ടു എ സീ സൈഡ് സ്കൂൾ. അപ്പോൾ ട്രിപ്പ് എങ്ങോട്ടേക്കായിരുന്നു? ഒരു സീ സൈഡിലുള്ള ഒരു സ്കൂളിലാണ്. അറ്റ് എ പ്ലേസ് കോൾഡ് ടോയ് ഓൺ ദ ഇസു പെനിൻസുല ഇൻ ഷിസുയോക്ക. അപ്പോൾ ഈ ഷിസുയോക്ക എന്ന് പറയുന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. ജപ്പാനിൽ ഷിസുയോക്കയിൽ ഇസു പെനിൻസുലയിലാണ് അവർ ട്രിപ്പ് പോകുന്നത്. ദർ വാസ് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ. അപ്പോൾ എന്താ? ആ സീയിൽ, സമുദ്രത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു ചൂടുള്ള സ്പ്രിംഗ് ഉണ്ടായിരുന്നു, നീരുറവയുണ്ടായിരുന്നു. വേർ ദ ചിൽഡ്രൻ കുഡ് ബോത്ത് സ്വിം ആൻഡ് ടേക്ക് എ ഹോട്ട് ബാത്ത്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് അവിടെ സ്വിം ചെയ്യാം, നീന്താം, ആൻഡ് എന്താണ് പിന്നെ ഒരു ചൂടുള്ള ഒരു ബാത്തും ചെയ്യാം, അതായത് ഒന്ന് ചൂട് വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാമായിരുന്നു. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days. അപ്പോൾ അവരുടെ ആ ഒരു ട്രിപ്പ് എത്ര ദിവസത്തേക്കായിരുന്നു? ലാസ്റ്റ് 3 days and 2 nights. അപ്പം 3 പകലുകളും 2 രാത്രികളുമായിരുന്നു. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം ദർ. അപ്പോൾ ഇതിലൊരു കുട്ടിയുടെ അച്ഛന് അവിടെ എന്തുണ്ടായിരുന്നു? വെക്കേഷൻ ഹോം ഉണ്ടായിരുന്നു, ഹോം സ്റ്റേ ഉണ്ടായിരുന്നു, ഒരു റിസോർട്ട് പോലെ ഉണ്ട്. അവിടെയാണ് ഇവർ പോകുന്നത്. വേർ ഓൾ ദി 50 ഓഫ് ദ ടോമോ സ്റ്റുഡൻസ് ഫ്രം ദ 1st to 6th grades കുഡ് സ്റ്റേ. അപ്പോൾ അവിടെ ഏകദേശം ഒരു 50 പിള്ളേർ പോകുന്നുണ്ട്. ഈ 50 പേർക്കും താമസിക്കാൻ കഴിയുന്ന ഒരു വീട് അവിടെ ഉണ്ട്. അവിടെയാണ് അവർ പോയി താമസിക്കുന്നത്. ഈ കുട്ടികളെന്ന് പറയുമ്പം ഈ വളരെ ചെറിയ കുട്ടികളാണ്. അതായത് 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ഈ ട്രിപ്പിന് കൊണ്ടുപോയത്. ഇനി എന്താണെന്ന് നോക്കാം. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹർ മദർ വുഡ് ലെറ്റ് ഹർ ഗോ. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ടോട്ടോ ചാന് അറിയില്ലായിരുന്നു എന്താണ് അമ്മ വിടുവോ എന്തോ എന്നുള്ള, അമ്മ വിടത്തില്ലായിരിക്കും എന്നൊക്കെയാണ് ടോട്ടോ ചാൻ മനസ്സിൽ വിചാരിക്കുന്നത് ട്രിപ്പിന്. അപ്പോൾ പോയി അമ്മയോട് ചോദിക്കുകയാണ്, മദർ വുഡ് ലെറ്റ് ഹർ ഗോ, മോം മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്. അമ്മേ, ഞാൻ ട്രിപ്പിന് വയ്ക്കോട്ടെ എന്നിങ്ങനെ ചോദിച്ചു. ഷീ ആസ്ഡ് ഹെസിറ്റൻ്റ്ലി. എങ്ങനെയാണ് ചോദിച്ചത്? മടിച്ചാണ് ചോദിച്ചത്. കാര്യം അമ്മ വിടത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ടോട്ടോ ചാൻ ചോദിക്കുന്നത്. ബട്ട് ഹർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. പക്ഷേ എന്താ? അമ്മയ്ക്ക് ഓൾറെഡി ഹെഡ് മാസ്റ്റർ ഈ ട്രിപ്പിനെ കുറിച്ച് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ അമ്മ മനസ്സിൽ എന്താ തീരുമാനിച്ചത്? ടോട്ടോ ചാനെ ഈ ട്രിപ്പിന് വിടണമെന്ന് അമ്മ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. അത് ടോട്ടോ ചാൻ അറിയില്ലായിരുന്നു. അതാണ് മടിച്ച് ടോട്ടോ ചാന് അമ്മയോട് പെർമിഷൻ ചോദിച്ചത്. നൗ ദെൻ സെഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ ഹാഡ് ഓൾ അസംബിൾഡ് ടു സ്റ്റാർട്ട് ദ ട്രിപ്പ്. അപ്പോൾ എന്താ? അവരെല്ലാവരും അസംബിൾ ചെയ്തു. ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവിടെ അസംബിൾ ചെയ്ത സമയത്ത് എന്താ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഈ കുഞ്ഞുങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ആദ്യം ട്രെയിനിലും പിന്നെ ഷിപ്പിലും ഒക്കെയാണ്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. പക്ഷേ എനിക്ക് നിങ്ങൾ ആരെയും ലോസ്റ്റ് ആവാൻ, എന്ന് വെച്ചാൽ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓൾ റൈറ്റ്, എന്നാൽ ശരി, നമുക്ക് പോകാം. ഓഫ് വി ഗോ എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞില്ല. ദാറ്റ് വാസ് ദ ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ് ആൻഡ് ദ ചിൽഡ്രൻ വെർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മാത്രമേ സാറ് പറഞ്ഞുള്ളൂ. അപ്പോൾ കുട്ടികളാണെങ്കിലോ നമുക്ക് അതിശയകരമായ രീതിയിൽ, നല്ല രീതിയിലായിരുന്നു ആ ട്രെയിനിനുള്ളിൽ പെരുമാറിയത്. നോബഡി റാൻ അപ്പ് ആൻഡ് ഡൗൺ ദി കാർസ്. അപ്പോൾ ആരും ട്രെയിനകത്ത് എന്താണ് ഓടി നടക്കുകയോ ഒന്നും ചെയ്തില്ല. ആൻഡ് ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വയറ്റ്ലി എമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അപ്പോൾ അവർ മറ്റാരോടും സംസാരിച്ചില്ല. അവർ സംസാരിച്ചത് എന്താ? തൊട്ടടുത്തിരിക്കുന്നവരോട് മാത്രം വളരെ ക്വയറ്റായിട്ട്
എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക മാത്രമേ ചെയ്തോളൂ. യാതൊരു രീതിയിലുള്ള മിസ്ബിഹേവിയറും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അതറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കണം ഹെഡ് മാസ്റ്റർ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ കുട്ടികൾ എന്ത് ചെയ്തു? വളരെ അച്ചടക്കത്തോടു കൂടി മിണ്ടാതെ ഇരിക്കുകയും ചെയ്തു. ടോമോ pupils had never been actually told how to behave in public. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ടോമോ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താണ് അവർക്കൊരു പ്രത്യേകം ക്ലാസ് കൊടുക്കേണ്ടതായിട്ടില്ല എങ്ങനെ പബ്ലിക്കിൽ ബിഹേവ് ചെയ്യണം എന്നൊന്നും. അവർക്കതെല്ലാം അറിയാം. ബട്ട് സംഹൗ അവരെങ്ങനെയാണ് അത് പഠിച്ചത്? സ്കൂൾ ലൈഫ് ഹാഡ് ഇൻസ്റ്റിൽഡ് ഇൻ ടു ദം. ഇൻസ്റ്റിൽ ചെയ്യാന്ന് വെച്ചാൽ മനസ്സിൽ പതിക്കുക. അവരുടെ സ്കൂൾ ലൈഫ് തന്നെ അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാക്കി, അവരുടെ മനസ്സിൽ പതിഞ്ഞു. എന്താണ് ദ ബേസിക്സ് ഓഫ് ഡീസൻസി. എന്താണ് ഡീസൻസി, അതിൻ്റെ ബേസിക്സ് എന്താണ്, ആൻഡ് ദ ഗുഡ് ബിഹേവിയർ, നല്ല പെരുമാറ്റം എന്താണെന്നൊക്കെ അവരുടെ ആ സ്കൂൾ ജീവിതത്തിൽ നിന്ന് തന്നെ അവരുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ്. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്. മറ്റുള്ളവരെ ഒന്നും അവർ ഉപദ്രവിക്കാറില്ല. നെവർ ടുക്ക് ടു അൺറൂലി ബിഹേവിയർ. അൺറൂഡായിട്ടൊന്നും അവർ പെരുമാറാറില്ല. പിക്ഡ് അപ്പ് ലിറ്റർ വേർ എവർ ദേ ഫൗണ്ട് ഇറ്റ്. അപ്പോൾ എവിടെ എന്താണ് ചപ്പുചവറുകൾ കണ്ടാലും അവരെടുത്ത് അവർ ഡസ്റ്റ്ബിന്നിലേക്ക് കൊണ്ടിടും. ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളായിരുന്നു അവിടുത്തെ കുട്ടികൾ. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോ ചാൻ. അപ്പോൾ ഇതിലെല്ലാം ഒരു അതിശയമാരായിരുന്നു നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ടോട്ടോ ചാൻ ആയിരുന്നു. ഇൻ ഹർ ഓൾഡ് സ്കൂൾ. അപ്പോൾ പഴയ സ്കൂളിൽ, വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ് ഈ ടോട്ടോ ചാൻ. അപ്പോൾ ആ പഴയ സ്കൂളിൽ എങ്ങനെയായിരുന്നു ടോട്ടോ ചാൻ? ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. നമുക്ക് ഇമാജിൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു ടോട്ടോ ചാൻ അവിടെ ചെയ്തിരുന്നത്. She would even talk to the musicians in the street out of the window in the middle of a class. ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മിഡിൽ തന്നെ വിൻഡോയിൽ കൂടെ നോക്കിയിട്ട് അതുവഴി സ്ട്രീറ്റിൽ കൂടെ പോകുന്ന മ്യൂസീഷ്യൻ പാട്ടുകാരോട് വർത്തമാനം പറയുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കുട്ടിയായിരുന്നു ടോട്ടോ ചാൻ. ടോമോ ഫ്രം ഹർ ഫസ്റ്റ് ഡേ ഷീ വാസ് അറ്റൻറ്റീവ് ഇൻ ക്ലാസ്. അപ്പോൾ ടോമോയിൽ വന്നപ്പോൾ എന്താ, ആദ്യത്തെ ദിവസം തന്നെ അവിടുത്തെ ആ ഒരു ചിട്ടകളൊക്കെ കണ്ടിട്ടായിരിക്കണം ഫസ്റ്റ് ഡേ തൊട്ട് ഈ കുട്ടി എങ്ങനെയായി, വളരെ അറ്റൻറ്റീവായി വളരെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് ഡിഡ് ഹർ ലെസൺസ് പ്രോപ്പർലി. വളരെ പ്രോപ്പറായിട്ട് ആ കുട്ടി പാഠഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ചെയ്യാനും ഒക്കെ തുടങ്ങി. ഇഫ് എനി ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം ഹർ ഓൾഡ് സ്കൂൾ സോ ഹർ നൗ. അപ്പം പഴയ സ്കൂളിലെ ഏതെങ്കിലും ഒരു ടീച്ചർ ഈ കുട്ടിയെ ഇപ്പോൾ കണ്ടാലോ, ദേ വുഡ് നോട്ട് ബിലീവ് ദർ ഐസ്. അപ്പോൾ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റില്ല. അപ്പോൾ ഷുവർലി ഇറ്റ്സ് നോട്ട് ടോട്ടോ ചാൻ. ദേ വുഡ് ഹാവ് സെഡ് ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. അപ്പോൾ അവരെന്തായിരിക്കും, അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ പറയും ഇതെന്താ, ഇത് ടോട്ടോ ചാൻ അല്ല എന്നവർ പറയും. എന്നിട്ട് അവർ പറയും ഇത് വേറെ ഏതോ കുട്ടിയായിരിക്കും. ടോട്ടോ ചാൻ ഇങ്ങനെ ആവാൻ പറ്റുമോ, ടോട്ടോ ചാൻ ഇതല്ല എന്ന് അവർ തീർച്ചയായിട്ടും പറയും എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അത്രമാത്രം വികൃതിയുള്ളൊരു കുട്ടിയായിരുന്നു നമ്മുടെ ടോട്ടോ ചാൻ. നമ്മുടെ പുതിയ സ്കൂളിലെ ടോമോയിൽ വന്നപ്പോൾ ഈ കുട്ടി എന്തായി, വളരെ നല്ല കുട്ടിയായി മാറി. At Numazu, they embarked on a ship that was just like what they had all dreamed about. അപ്പോഴെന്താ, അവർ നുമാസു എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തി. അവരവിടെ നിന്ന് ഷിപ്പിൽ കയറുകയാണ്. ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക്. അപ്പോൾ അതെന്തായിരുന്നു, എന്താണോ അവർ സ്വപ്നം കണ്ടത് അത് തന്നെയായിരുന്നു. ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നല്ലോ ആദ്യം ഷിപ്പിൽ പോവും, ട്രെയിനിൽ പോവും, പിന്നെ ഷിപ്പിൽ പോകുന്നൊക്കെ. അതുപോലെ അവർ ഷിപ്പിൽ കയറി. ദാറ്റ് വാസ് ഇൻ എ ബിഗ് ഷിപ്പ്. അതൊരു വലിയ ഷിപ്പൊന്നും ആയിരുന്നില്ല. But they were also excited that they inspected every corner of the deck. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടായിരിക്കുമല്ലോ ഷിപ്പിലൊക്കെ കയറുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്തായിരുന്നു, വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡ് എന്ന് വെച്ചാൽ എന്താ, വളരെ ആവേശഭരിതരായിട്ട് അവരിങ്ങനെ ഓരോന്നും നോക്കാൻ, ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങി, ഓരോന്നും നോക്കി കാണാൻ തുടങ്ങി. കോർണർ ഓഫ് ദ ഷിപ്പ്, എവരി കോർണർ ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ മുക്കും മൂലയും. ഓഫ് ദ ഡെക്കാണേ. ഡെക്കെന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ മേൽത്തട്ടിനെയാണ് ഡെക്കെന്ന് പറയുന്നത്. പുള്ളിങ് ആറ്റ്. അപ്പോൾ എന്തെങ്കിലും കാണുന്നതൊക്കെ വലിച്ചെടുക്കുക. ആൻഡ് പോക്കിംഗ് ദ ഹാൻഡ്സ് ഇൻ ടു, എല്ലാം ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. പോക്കിംഗ് ദ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സീ എന്തായി, വളരെ റഫായി. ആ ഒരു സമയത്ത് ടോട്ടോ ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. ടോട്ടോ ചാൻ എന്താണ്, അസുഖം വന്നു. അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വോമിറ്റിങ്, അതുപോലെ തലകറക്കം അങ്ങനെയൊക്കെ വരുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡിൻ സം അതേഴ്സ്. അതുപോലെ മറ്റ് ചില കുട്ടികൾക്കും ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിക്നെസ് വന്നു. വെൻ ദ ഷിപ്പ് റോക്ഡ്. അപ്പോൾ ഈ ഷിപ്പ് എന്ത് ചെയ്യും, ഇങ്ങനെ ആടി ഉലഞ്ഞു. അപ്പോൾ വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റൂഡ് അമിഡ് ഷിപ്പ്. അമിഡ് ഷിപ്പ് എന്ന് വെച്ചാൽ ഷിപ്പിൻ്റെ മധ്യത്തിലിരുന്ന ഒരു മുതിർന്ന കുട്ടി എന്ത് ചെയ്തു, ആൻഡ് റാൻ ഫ്രം വൺ സൈഡ് ടു ദ അതർ സേയിങ് ഊപ്സ്. ആ കുട്ടി എന്താ, ഷിപ്പിങ്ങനെ ആടി ഉലയാണ്. അപ്പോൾ ഈ നടുക്കിരുന്ന കുട്ടി എന്താ,
എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഒരു ഭാഗത്തുനിന്ന് മറ്റേ സൈഡിലേക്ക് ഊപ്സ് എന്നും പറഞ്ഞ് ഓടി. ഇറ്റ് വാസ് സോ ഫണ്ണി. അപ്പോൾ അതങ്ങനെ ചെയ്തപ്പോൾ എന്താ, അതെല്ലാവർക്കും ഭയങ്കര തമാശയായിട്ട് തോന്നി. ദാറ്റ് ദ ചിൽഡ്രൻ കുഡിൻ ഹെൽപ്പ് ലാഫിങ് അപ്പ് ഈവൻ ദോ ദേ ഫെൽ സോ സീസിക്. അപ്പോൾ അത്രമാത്രം സീസിക് ആയിട്ടിരുന്ന കുട്ടികൾക്ക് പോലും ഈ വലിയ കുട്ടി ഇങ്ങനെ കാണിച്ചപ്പോൾ എന്താണ്, അവർക്കൊക്കെ വളരെ കോമഡി ആയിട്ട് തോന്നി, അവർക്കൊക്കെ വളരെ ഫണ്ണി ആയിട്ട് തോന്നി, അവർക്കൊക്കെ ചിരി വന്നു. വെൻ ദേ ഡിസെംബാർക്ക്ഡ് the oops boy began to feel sick just when everyone else had recovered and was feeling fine. അപ്പോൾ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഡിസെംബാർക്ക് എന്ന് വെച്ചാൽ കപ്പലിൽ നിന്ന് ഇറങ്ങുക, ആ ഒരു സമയത്ത് ഈ ഊപ്സ് എന്ന് പറഞ്ഞ ബോയില്ലേ, ആ കുട്ടിക്ക് സിക്നെസ് വന്നു, സിക്കായി. ആൻഡ് ജസ്റ്റ് വെൻ, അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും ബാക്കി മുമ്പ് വയ്യായിരുന്ന കുട്ടികളെല്ലാം ഓക്കെ ആയി, എല്ലാവരും റിക്കവർ ചെയ്തു. ആ ഒരു സമയത്താണ് ഏറ്റവും അവസാനമാണ് ഈ കുട്ടിക്ക് അസുഖം വരുന്നത്. ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. ബാക്കിയുള്ളവർക്കെല്ലാം എന്താണ്, ശരിയാവുകയും ചെയ്തു. ദ സ്പാ അറ്റോയ് വാസ് ഇൻ എ ക്വയറ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓൺ ദ സീ സറൗണ്ടഡ് ബൈ വുഡഡ് ഹിൽസ്. അപ്പോൾ അവിടെ സ്പാ ഉണ്ട്, ടോയ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അതെങ്ങനെയുള്ള സ്ഥലമായിരുന്നു, വളരെ ക്വയറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആയിരുന്നു. അത് വളരെ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു. ഓൺ ദ സീ സറൗണ്ടഡ് ബൈ, ആ സീക്ക് ചുറ്റും എന്താണ്, വുഡഡ് ഹിൽസ് ഉണ്ട്, അത് ഒരുപാട് മരങ്ങളുള്ള കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ്, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. ടീച്ചേഴ്സ് എന്ത് ചെയ്തു, ഈ കുട്ടികളെ സീയിൽ കൊണ്ടുപോയി എന്തിനാ, സ്വിം ചെയ്യിപ്പിക്കാൻ, നീന്താൻ. ഇറ്റ് വാസൻ ലൈക്ക് സ്വിമ്മിംഗ് പൂൾ അറ്റ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, അപ്പോൾ അവിടെ ഉള്ള സ്വിമ്മിംഗ് പൂൾ പോലെ അല്ല ഇത്. സോ ദേ വോർ ദ സ്വിം സ്യൂട്ട്സ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, സ്വിം സ്യൂട്ട്സൊക്കെ ഇട്ട്, കടലിലല്ലേ പോകുന്നത്, സ്വിം സ്യൂട്ട്സൊക്കെ ഇട്ടാണ് അവർ പോയത്. ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹോട്ട് സ്പ്രിങ് ഉണ്ടെന്ന്. ഈ ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്, സാധാരണ ഉള്ള ഒരു കാര്യമല്ല, അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്. അപ്പോൾ ആ ഹോട്ട് സ്പ്രിങ് ആണെങ്കിൽ എൻക്ലോസ് ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. അപ്പം ഹോട്ട് സ്പ്രിങ്ങും സീയുടെ മറ്റു ഭാഗങ്ങളും എന്താണ്, തരം തിരിച്ചിട്ടില്ല, വേർതിരിച്ചിട്ടില്ല. ഇഫ് യു ക്രൗച്ച് ഡൗൺ, അപ്പോൾ അവിടെ നമ്മൾ കുനിയാണെങ്കിൽ എന്താ, വേർ യു വേർ ടോൾഡ് ദ ഹോട്ട് സ്പ്രിങ് വാസ്, അപ്പം അതാണ് ഹോട്ട് സ്പ്രിങ് എന്ന് പറഞ്ഞു തരും. ആ ഒരു സ്ഥലത്ത് നമ്മൾ കുനിയാണെങ്കിൽ നമ്മുടെ ദ ഹോട്ട് വാട്ടർ കെയിം അപ് ടു യുവർ നെക്ക്, നമ്മുടെ കഴുത്തിൻ്റെ അതുവരെ ഉണ്ടായിരിക്കും എന്താണ്, ഹോട്ട് വാട്ടർ അതുവരെ എത്തും എന്നാണ് പറയുന്നത്. ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീങ് ഇൻ എ ഹോട്ട് ബാത്ത്. അല്ലേ, നമ്മൾ ചൂട് വെള്ളത്തിൽ കുളിക്കുമ്പോൾ വളരെ ഒരു സന്തോഷം നമുക്ക് തോന്നും, അതുപോലെ ആയിരുന്നു അത്. ഇൻ ദോസ് ഡേയ്സ് ദ സീ ഷോർ വാസ് സോ ഡെസേർട്ടഡ്. അപ്പോൾ ആ ദിവസങ്ങളിൽ സീ ഷോറിൽ എന്താ ഡെസേർട്ടഡ് ആയിട്ട് കിടന്നു, എന്ന് വെച്ചാൽ ആൾ ഒഴിഞ്ഞു കിടന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് ബീങ് ഓൺ ദർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബീച്ചിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താ, ആരും കാണത്തില്ല, അല്ലേ, നമ്മളെ ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൈവറ്റ് ബീച്ചിൽ പോകുന്ന ഒരു സുഖം ഈ കുട്ടികൾക്ക് കിട്ടി. ദ ചിൽഡ്രൻ റെവൽഡ് ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിങ് സീ ബാത്തിങ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു, ഈ അൺയൂഷ്വലായിട്ട് എപ്പോഴും കിട്ടാത്ത ഈ ഒരു ഹോട്ട് സ്പ്രിങ് സീ ബാത്തിങ്ങിൽ അവരെന്താണ്, വളരെ ആർത്തുല്ലസിച്ചു എന്നാണ് പറയുന്നത്. വെൻ ദേ ഗോട്ട് ബാക്ക് ടു ദ ഹൗസ് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോങ് ദ ഫിംഗേഴ്സ് വേർ എ മാസ് ഓഫ് വിംഗേഴ്സ്. അപ്പോൾ എന്താ, നമ്മൾ കുറേ സമയം കൈ വെള്ളത്തിലൊക്കെ മുക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താ, വ്രിങ്കിൾസ് പോലെ ചുളിവുകൾ വരത്തില്ലേ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഈ കുട്ടികൾ വൈകിട്ട് വരെ കിടന്ന് കളിച്ച് ഈ വെള്ളത്തിൽ കളിച്ചിട്ട് വീട്ടിൽ പോയപ്പോൾ എന്താ, ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോങ് ദ ഫിംഗേഴ്സിൽ എന്ത് പറ്റി, മാസ് ഓഫ് വ്രിങ്കിൾസ് വന്നു, ചുളിവുകൾ വന്നു. ഈച്ച് നൈറ്റ്, അപ്പോൾ ഓരോ രാത്രിയും വൺസ് ദേ വർ ടക്ഡ് ഇൻ ടു ദ ക്വിൽസ്. അപ്പോൾ അവർ കംപ്ലീറ്റ് പുതപ്പിലാണ് കിടക്കുന്നത്, മൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ അവർ അതിലിങ്ങനെ മൂടി പൊതിച്ച് കിടക്കുമ്പോൾ ദ ചിൽഡ്രൻ ടുക്ക് ടേൺസ് ടെല്ലിങ് ഗോസ്റ്റ് സ്റ്റോറീസ്. അപ്പോൾ ഓരോ ദിവസം ഓരോ കുട്ടിയും എന്താണ്, ടേൺ അനുസരിച്ച് ഗോസ്റ്റിൻ്റെ, പ്രേതത്തിൻ്റെ കഥകൾ പറയും. ടോട്ടോ ചാൻ ആൻഡ് ദ അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോട്ട് സോ ഫ്രൈറ്റൻഡ്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ, അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. ആൻഡ് ദേ ക്രൈഡ്, അവർ കരയും ഇത് കേട്ടിട്ട്. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദ ടിയേഴ്സ്, അപ്പോൾ ഇങ്ങനെ ഈ കരച്ചിലിൻ്റെ ഇടയിലൂടെയും അവരെന്ത് ചെയ്യും, ദേ വുഡ് ആസ്ക്, ഈ കുട്ടികൾ ചോദിക്കും, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്, എന്നിട്ട് എന്താ പറ്റിയെന്നൊക്കെ അവർ ചോദിക്കും. അൺലൈക്ക് ക്യാമ്പിങ് ഇൻസൈഡ് ദ സ്കൂൾ ആൻഡ് ദ ബ്രേവറി ടെസ്റ്റ്. അപ്പോൾ എന്താ, ഈ സ്കൂളിനകത്ത് ക്യാമ്പ് ചെയ്യുമ്പോഴും അതുപോലെ ഈ ബ്രേവറി ടെസ്റ്റ്, പേടി ഇല്ലാത്ത ടെസ്റ്റുകൾ നടത്തുമ്പോഴും ഒക്കെ സ്കൂളിനകത്ത് എപ്പോഴും അങ്ങനെയല്ലേ, കുറേ സർപ്രൈസ് ടെസ്റ്റ് അങ്ങനെയൊക്കെ അല്ലേ.
അതിനെ അപേക്ഷിച്ച് ദ 3-day സ്റ്റേ അറ്റ് ടോയ് സ്പാ വാസ് എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ അത് ശരിക്കും ഒരു യഥാർത്ഥത്തിലുള്ളൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ 3 ദിവസത്തെ സ്റ്റേ ടോയ് സ്പായിൽ. ദ വാസ് എ ഫോറസ്റ്റ് ഫുൾ ഓഫ് സിക്കാഡാസ്. സിക്കാഡാസ് എന്ന് പറഞ്ഞാൽ ഒരുതരം ഇൻസെക്റ്റാണ്, പാറ്റ പോലെയുള്ള. അപ്പോൾ ഫോറസ്റ്റിൽ സിക്കാഡാസ് ഒത്തിരി ഉണ്ടായിരുന്നു. ആൻഡ് ഷോപ്പ് വേർ യു കുഡ് ബൈ പോപ്സിക്കിൾസിൻ്റെ ഐസാണ്. അപ്പോൾ അത് പോപ്സിക്കിൾസ് വാങ്ങാൻ പറ്റിയ ഒരു കട എല്ലാം അവിടെ ഉണ്ട്. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട്. അപ്പോൾ ഒരു മനുഷ്യനെ അവർ ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്? ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട്, വലിയൊരു തടി കൊണ്ടുള്ള ബോട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്, ഓൾ ബൈ ഹിംസെൽഫ്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. അപ്പോൾ ഇപ്പോൾ തന്നെ അത് ശരിക്കും അത് ബോട്ടിൻ്റെ ഒരു ഷേപ്പൊക്കെ അതിന് വന്നു. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അപ്പോൾ രാവിലെ എണീറ്റ് ഈ കുട്ടികൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ബീച്ചിലേക്ക് ഓടും, എന്നിട്ട് നോക്കും ഈ ആൾ ഏതുവരെ ഈ ബോട്ട് എത്രമാത്രം ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് കാണാൻ. ദ മാൻ ഗേവ് ടോട്ടോ ചാൻ എ വെരി ലോങ്. അപ്പം ഈ മാൻ എന്ത് ചെയ്തു? ടോട്ടോ ചാനിന് വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്, വളരെ വലിയ ചുരുണ്ട ഒരു വുഡ് ഷേവിങ് എന്ന് വെച്ചാൽ മരത്തിൻ്റെ ചീള്, ഈ ചുരുണ്ടൊക്കെ കിടക്കത്തില്ലേ, അങ്ങനത്തെ മരത്തിൻ്റെ ചീള് കഷ്ണം കൊടുത്തു. ഹൗ അബൌട്ട് എ സുവിനിയർ ഫോട്ടോഗ്രാഫ്? അതായത് സുവിനിയർ മീൻസ് മെമ്മറി എന്നാണ് അർത്ഥം. അപ്പോൾ ആസ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വേർ ടു ലീവ്. അപ്പോൾ ഇവരെല്ലാവരും ഈ ട്രിപ്പെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് റെഡി ആയപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിച്ചു, ഒരു മെമ്മറി ഫോട്ടോ നമ്മൾ എടുത്താലോ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. They had never had a photograph taken of all of them together and the children were excited at the idea. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഐഡിയ കേട്ടപ്പോൾ കുട്ടികളെല്ലാം വളരെ ആവേശഭരിതരായി. എന്തുകൊണ്ടാണ്? അവരൊരുമിച്ച് ഇന്ന് വരെ ഒരു ഫോട്ടോയൊന്നും എടുത്തിട്ടില്ല. എല്ലാവർക്കും അത് ഇഷ്ടമായി. No sooner was the headmaster ready with his camera than someone had gone to the toilet. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ ഹെഡ് മാസ്റ്റർ റെഡി ആയ സമയത്ത് ഒരാൾ ഓടി. എവിടെയാണ്? ടോയ്ലറ്റിലോട്ട് പോയി. ദെൻ സമ്മൺ എൽസ് ഹാഡ് ഹിസ് ജിം ഷൂസ് ഓൺ ദ റോങ് ഫീറ്റ് ആൻഡ് ഹാഡ് ടു ചേഞ്ച് ദം അറൗണ്ട്. അപ്പോൾ ടോയ്ലറ്റിൽ പോയ ആൾ തിരികെ വന്നപ്പോൾ അടുത്ത ആളുടെ ജിം ഷൂസ് കാല് മാറിപ്പോയി, ഇട്ടത് മാറിപ്പോയി. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് ഒരാൾ അത് കയറി കുനിഞ്ഞു. വെൻ ഹി ഫൈനലി സെഡ് ഈസ് എവരി വൺ റെഡി. പിന്നെ ലാസ്റ്റ് വീണ്ടും ഈ കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ, അപ്പോൾ അവരെയൊക്കെ ഫോട്ടോയ്ക്ക് നിർത്താൻ വളരെ പ്രയാസമുള്ള കാര്യമല്ലേ. അപ്പം എല്ലാവരും റെഡിയായോ? ഈസ് എവരി വൺ റെഡി എന്ന് ഹെഡ് മാസ്റ്റർ ചോദിച്ചപ്പം 1 or 2 ഓഫ് ദ ചിൽഡ്രൻ വെർ ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. അതിൽ 1-2 കുട്ടികൾ തറയിൽ കിടക്കുകയാണ്. അപ്പോൾ ദേ ഹാഡ് ബിക്കം ടയേർഡ്. അവരെല്ലാവരും ടയേർഡായി ഹോൾഡിങ് ദ പോസ് സോ ലോങ്. അപ്പോൾ ആദ്യം നിന്നപ്പോൾ ഒരു കുട്ടി ടോയ്ലറ്റിൽ പോയി. അപ്പോഴേ ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന പിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് നിന്നപ്പോൾ ഇവരങ്ങ് ടയേർഡായിപ്പോയി. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവരി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അപ്പോൾ ഈ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ച് ഫോട്ടോയ്ക്ക് വേണ്ടി റെഡിയാക്കുന്നത് വളരെ ഒരു കഷ്ടത നിറഞ്ഞൊരു കാര്യമാണ്, വളരെ കുഴപ്പം പിടിച്ച കാര്യമാണ്. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. അപ്പോൾ ഈ പരിപാടി കഴിയാൻ തന്നെ ഒരുപാട് സമയമെടുത്ത് ഈ ഫോട്ടോ എടുക്കാനായിട്ട്. ബട്ട് ദാറ്റ് ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഫോട്ടോ എങ്ങനത്തേതായിരുന്നു? ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് സീ ആയിരുന്നു. ആൻഡ് ഈ ചൈൽഡ് പോസിങ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി. അപ്പോൾ ഓരോ കുട്ടിയും പോസ് ചെയ്തത് എങ്ങനെയായിരുന്നു? അവരുടെ ഇഷ്ടത്തിനായിരുന്നു. ബിക്കെയിം എ ട്രഷേർഡ് പൊസഷൻ ഫോർ ഈച്ച് ഓഫ് ദം. അപ്പോൾ അത് ശരിക്കും ഒരു ട്രഷറി പോലെയായിരുന്നു ഓരോ കുട്ടിക്കും. വൺ ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ ഒരാൾ ആ ഫോട്ടോയിലേക്ക് നോക്കുകയാണെങ്കിൽ ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. അപ്പോൾ വെള്ളപ്പൊക്കം പോലെ ഓർമ്മകൾ ഇങ്ങനെ ഇടിച്ചു കയറി വരും മനസ്സിൽ. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. നമ്മുടെ ടോട്ടോ ചാൻ ആണെങ്കിലോ ഒരിക്കലും ആ ഒരു ആദ്യത്തെ ഹാപ്പി ആയിട്ടുള്ള സമ്മർ വെക്കേഷൻ ഒരിക്കലും മറക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.